ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലും ബിസ്ക്കറ്റും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കായാലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ ഗ്ലാസ്സോളം ഞാൻ തണുത്ത പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുൻപേ നമ്മൾ തിളപ്പിച്ച പാല് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിലെടുത്ത് നല്ല കട്ടിയാക്കിയ പാല് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂണോളം കാപ്പിപ്പൊടിയാണ്, കോഫി പൗഡറാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ചേർക്കണ്ട, അല്ലെങ്കിൽ കോഫി പൗഡർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബിസ്ക്കറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മാരിഗോൾഡിൻ്റെ ഒരു 8 ബിസ്ക്കറ്റോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് പാർലേജിയുടെ ബിസ്ക്കറ്റോ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റോ ഏത് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികളും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ അവർക്കും വളരെയധികം സന്തോഷമാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഐസ് ക്യൂബ്സ് ആണ്. ആദ്യമേ നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ചേർത്തെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ സാധാരണ തണുത്ത പാല് ചേർത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് ഇതേപോലെ ഏതെങ്കിലും ഒരു ഡിസൈൻ, അങ്ങനെ പ്രത്യേക ഡിസൈനൊന്നും വേണ്ട, നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഗ്ലാസ്സിൽ മൊത്തം ഇതേപോലെ നാക്കി കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റും പാലും ചേർത്തിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്കിന് കട്ടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ബിസ്ക്കറ്റ്സ് ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാഷ്യൂ നട്ട്സ്, പിസ്തയൊക്കെ കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതായിരിക്കും. അതൊക്കെ ചേർത്തിട്ട് ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആവും കൂടെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ബോൺവിറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഈ ഒരു അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്